മാർച്ച് ഏപ്രിൽ മാസങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. ഈ ഫെബ്രുവരി മാസത്തിൽ തന്നെ കനത്ത ചൂടാണ് അനുഭവപ്പെടുന്നത്. വരും ദിവസങ്ങളിലും ചൂട് കൂടാൻ തന്നെയാണ് സാധ്യത എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പിൽ പറയുന്നത്. നിലവിൽ 9 ജില്ലകളിലാണ് അലർട്ടുകൾ നൽകിയിരിക്കുന്നത്. അതിൽ കൊല്ലം, ആലപ്പുഴ, പാലക്കാട് എന്നീ ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ട്. തിരുവനന്തപുരം, കോട്ടയം, എറണാകുളം, തൃശ്ശൂർ, കോഴിക്കോട്, കണ്ണൂർ എന്നീ ജില്ലകളിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയർന്നേക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. അതായത് സാധാരണ നമുക്ക് ലഭിക്കുന്ന താപനിലയേക്കാൾ 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുമെന്നാണ് അറിയിപ്പ്. പ്രധാനമായും വരും ദിവസങ്ങളിലും ഈ താപനില ഈ രീതിയിൽ തന്നെ തുടരും. 37 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുമ്പോൾ പൊതുജനങ്ങൾ നേരിട്ട് അനുഭവിക്കുന്ന ചൂട് എന്ന് പറയുന്നത് അതിനേക്കാൾ കൂടുതലായിരിക്കും. തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ആറ്റുകാൽ ഉത്സവം നടക്കുകയാണ്. ആറ്റുകാൽ അമ്പലത്തിൽ ദർശനത്തിനായി എത്തുന്നവരുണ്ട്. 25-ാം തീയതി പൊങ്കാലയാണ്. അപ്പോൾ നാളെയൊക്കെ ആറ്റുകാൽ പൊങ്കാല അർപ്പിക്കുന്നതിന് വേണ്ടി നിരവധി ഭക്തർ ഇവിടെ എത്തും. അപ്പോൾ അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങുന്നവർ ജാഗ്രത കൃത്യമായി പാലിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട്. പൊങ്കാല അർപ്പിക്കാനായി എത്തുന്നവരൊക്കെ കൃത്യമായ ഇടവേളകളിൽ വെള്ളം കുടിക്കണമെന്നുള്ള നിർദ്ദേശമൊക്കെ പ്രത്യേകിച്ച് ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശമുണ്ട്. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശമുണ്ട്. പൊങ്കാല ഉത്സവവുമായി ബന്ധപ്പെട്ട് ആരോഗ്യവകുപ്പ് തന്നെ അവരുടെ ആരോഗ്യവകുപ്പിൻ്റെ തന്നെ വിവിധ ടീമുകളെ പല സ്ഥലങ്ങളിലായി സജ്ജമാക്കിയിട്ടുണ്ട്. എന്തെങ്കിലും സംഭവങ്ങളോ അനിഷ്ട സംഭവങ്ങളോ ആർക്കെങ്കിലും ദേഹാസ്വസ്ഥയോ അങ്ങനെയൊക്കെ ഉണ്ടായാൽ അവരെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി അപ്പോൾ അങ്ങനെയുള്ള മുൻകരുതലുകൾക്ക് നിലവിൽ സ്വീകരിക്കുന്നുണ്ട്. എന്തായാലും ചൂട് ഈ രീതിയിൽ തന്നെ തുടരും. പ്രത്യേകിച്ച് പെട്ടെന്നൊരു മഴയൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങുന്നവർ കൃത്യമായ ജാഗ്രത പാലിക്കണം.